ഇതെന്താന്ന് വെച്ചാ ഞാനൊരു 1/2 ലിറ്റർ പാല് കാച്ചാനായിട്ട് സോസ്പാനിൽ അടുപ്പത്തേക്ക് വെച്ചു. അപ്പൊ ഇപ്പുറത്തെ ബർണറിൽ ഇതേ ഒരു ഒരു പാക്കറ്റിന്റെ ഹാഫ് പാക്കറ്റ് വെർമിസിലി, ഫ്രൈഡ് വെർമിസിലി ആണെങ്കിലും ഒന്നോടെ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചു. അപ്പൊ ഈ വെർമിസിലി കൊണ്ടുള്ള ഒരു കസ്റ്റേർഡ് ക്രീമാണെന്ന് നമ്മളെ പുഡിംഗ് ആണ് തയ്യാറാക്കണം കേട്ടോ. ആ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തിട്ടുള്ള വെർമിസിലി പുഡിംഗ്. അപ്പൊ അതിന് 2 ബർണറിലും 2 ഐറ്റംസ് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മള് ഇതിന് പാല് ചൂടായി കഴിയുമ്പോൾ അത് കുറുകാനായിട്ട് കോൺഫ്ലവർ ആണ് യൂസ് ചെയ്യണത് ഇതിൽ. അപ്പൊ ഈ സ്പൂണിന് 2 കൂമ്പന് സ്പൂൺ കോൺഫ്ലവർ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഇട്ടിരിക്കുന്ന കോൺഫ്ലവർ ഒരു പൊടിക്ക് പാല് ചേർത്തൊന്ന് മിക്സ് ചെയ്യണതേ, കട്ട കെട്ടാതെ. തണുത്ത പാലായിരിക്കും. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്തിട്ട് വെർമിസിലി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആ പാലിലേക്ക് തേക്കാൻ വെച്ചിരിക്കുന്ന പാലിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നും ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഫ്രൈ ചെയ്തിരിക്കുന്ന വെർമിസിലിയാണ് ഓൾറെഡി. സമ്മറിനുള്ള അടിപൊളി ഒരു കൂളിംഗ് ഡിഷാണ്. അതെ, സമ്മർ എപ്പിസോഡ് അല്ലേ. ഇത് നല്ല നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചേർക്കണ പരുവാകുമ്പോൾ ഇതിലേക്ക് ചേർക്കാം. ഇതിപ്പോൾ നമുക്ക് ഇതിപ്പോൾ അലിയിച്ച് ഇതിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പം ഇത്ര ഐറ്റംസ് ആണ്. പിന്നെ നമുക്ക് ഇതിൽ ചേർക്കാനുള്ളത് ഫ്രൂട്ട്സാണ്. പിന്നെ ഷുഗർ ചേർക്കണം. ഫ്രൂട്ട്സ് നമുക്ക് എന്തൊക്കെ ഫ്രൂട്ട്സ് നമ്മുടെ കസ്റ്റഡിയിലുണ്ടെന്ന് വെച്ചാൽ ആ ഫ്രൂട്ട്സുകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇന്ന ഫ്രൂട്ടൊന്നുമില്ല. അപ്പം നമ്മുടെ കസ്റ്റഡിയിൽ ഇപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ആ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. അത് കഴിക്കാൻ നേരത്തെ ആഡ് ചെയ്താൽ മതി. അപ്പം ഇതിങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് റൂം ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ ഒരു ബൗളിലേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഇത് സെറ്റ് ആക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി കേട്ടോ. അപ്പം നമുക്കിതേ ഇത് ഒരു വിധം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെർമിസിലി വേവിക്കാനായിട്ട് ഇടാം. അതെ, ഇതിൽ കിടന്ന് വെർമിസിലി ഒന്ന് തികന്ന് വേവണം. ചെറുപ്പമാണേ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഷുഗർ ചേർക്കാം കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് മതിയല്ലോ. അതെ, നമ്മൾ വെർമിസിലി ചേർത്ത് കൊടുത്തു. ഇനി വേവണം. ഇതിപ്പം ഞാനിത് ഇളക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ സ്റ്റിക്കിൻ്റെ പാനല്ല അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അപ്പം സ്റ്റീലിൻ്റെ പാനായതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്കൊക്കെ പിടിച്ചു പോയാൽ വിഷയമാവും. അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് തികന്ന് വരുമ്പോൾ ഇത് കുറുകാനുള്ള കോൺഫ്ലവർ ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്കൊരു കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിനാവശ്യത്തിനുള്ള ഷുഗർ ഇതിലേക്ക് ചേർക്കണം. അങ്ങനെ ഒന്ന് യോജിച്ച് വരട്ടെ കേട്ടോ. മൊത്തം ആവശ്യമുള്ള ഷുഗർ ചേർത്ത് കൊടുക്കേണ്ട ടൈമായി. അതെ, ഞാൻ ഒരുപാട് ചേർക്കണില്ല. കാരണം ഫ്രൂട്ട്സ് എല്ലാം കൂടെ ചേർക്കുമ്പോൾ നല്ല ഷുഗർ വരും. പിന്നെ നമുക്ക് ഷുഗർ പോരായെന്നുണ്ടെങ്കിൽ സ്വല്പം ഹണിയൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. പഞ്ചസാര തന്നെ ഒരുപാട് ചേർക്കണ്ടല്ലോ എന്ന് കരുതി ഞാനിപ്പോൾ തൽക്കാലം ഇതിന് 3 സ്പൂണാട്ടോ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് നോക്കാം. ഇത് ആയി വന്നു കഴിയുമ്പോൾ തിളച്ചൊക്കെ വന്നു കഴിയുമ്പോൾ വരായി ഉണ്ടെങ്കിൽ സ്വല്പം ഷുഗർ ആഡ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ, തേനൊക്കെ ചേർത്താലും മതി, വിഷയമൊന്നുമില്ല. തിളച്ചു വരുമ്പോൾ ഈ കോൺഫ്ലവറിന്റെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറുക്കിയെടുക്കാം. അതെ, പായസം പോലെ ഉണ്ട്. ഏതാണ്ട് അങ്ങനെയാണ് അല്ലേ. പിന്നെ കോൺഫ്ലവർ ചേർത്ത് കുറുക്കണം. നമുക്ക് കുറുക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇതേ പാലും സേമിയൊക്കെ ഏതാണ്ട് വേവായിട്ടുണ്ട്. നമുക്ക് കുറുകാനായിട്ട് ഇതേ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇതിലേക്ക് ചേർക്കാം. അടിപൊളി. ഇത് സിമ്പിളാ. കസ്റ്റേർഡിന് പകരം നമ്മൾ കോൺഫ്ലവറാ ചേർക്കണം ഇത്തവണ. അപ്പോൾ ഒരു ചേഞ്ച് അല്ലേ. അപ്പോൾ വൈറ്റ് കളറിലിരിക്കും നമ്മുടെ പുഡിങ്. നമുക്ക് ഇതിനൊപ്പം കഴിക്കുമ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ ഇടാം. ഫ്രൂട്ട്സ് ഇട്ടാണ് കഴിക്കേണ്ടത്. വേനൽക്കാലത്ത് പറ്റിയ ഓരോരോ ഐറ്റംസ് ആണ് നമ്മൾ ഇതിൽ തയ്യാറാക്കണം. ഒരു 4-5 ഐറ്റം നമുക്ക് ചെയ്യണം അല്ലേ. വേനൽക്കാലത്ത് നമ്മൾ നേരത്തെ സംഭാരവും പിന്നെ പല പൈനാപ്പിൾ ജ്യൂസൊക്കെ ചെയ്തിട്ടുണ്ട്. മാംഗോ ജ്യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി. അതൊക്കെ നേരത്തെ അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിന് അത് കാണാൻ പറ്റും. പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ കാണാൻ പറ്റും. നോക്കിക്കഴിഞ്ഞാൽ മാങ്ങ കൊണ്ടുള്ള ജ്യൂസൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഞങ്ങൾ. പൈനാപ്പിൾ ജ്യൂസ് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ
പരുവത്തിന് നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ദേ ഇത്രയും കുറുകിയാൽ മതി. ഇനി നമുക്ക് തണുത്ത് കഴിയുമ്പോൾ നോർമൽ ടെമ്പറേച്ചറിൽ ഇവിടെ ഇരുന്ന് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെക്കുമ്പോൾ ഇത് നന്നായിട്ട് സെറ്റായി. അപ്പം നമുക്കിത് ഇവിടെ ഇരുന്ന് തണുക്കട്ടെ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. കുറുകി ദേ ഈ പരുവ. ദേ ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറുകും. അപ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇവിടെ വയ്ക്കാം. ഇളക്കണോ? വേണ്ട. ഈ പരുവത്തിനാണ് നമ്മൾ വാങ്ങിയത്. കണ്ടോ? അത് നിങ്ങൾക്കറിയാലോ. അതെ, അത് നമുക്ക് അത് അത്രയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല, കണ്ടാ അറിയാലോ. കുറുകി വന്നെ ആ പരുവത്തിന് ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് തണുക്കാൻ അനുവദിക്കുക. തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക. അപ്പൊ നമ്മുടെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഫ്രൂട്ട്സ് റെഡി ആയി കഴിഞ്ഞു. അടിപൊളി അടിപൊളി അടിപൊളി, സോ യമ്മി. ഇതാണ് നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡിനുള്ള കസ്റ്റാർഡ് അവിടെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇവിടെ ഗ്ലാസുകളും റെഡിയാണ്. അപ്പൊ ഇനി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. തുറക്കട്ടെ. ഫ്രിഡ്ജിലൊക്കെ ഇരുന്നുകൊണ്ട് നല്ല തണുപ്പാ. അതെ, അടിപൊളി അടിപൊളി, നല്ല സൂപ്പർ ആയിട്ട് പായസം പോലെ ഇരിക്കുന്നു. ശരിയാ. നമുക്ക് സെറ്റ് ചെയ്യാം. നല്ല നീട്ടി പിടിക്കുക. അടിപൊളി. വെക്കുവാണ് ഇതിലേക്ക്, ഗ്ലാസ്സിലേക്ക്. നല്ല പാകം കട്ടപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതെ, ഒട്ടും ലൂസല്ല, പാകം. ഫ്രിഡ്ജിൽ വെച്ചാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യേണ്ടത്, ഫ്രീസറിലല്ല കേട്ടോ. ഫ്രിഡ്ജിലാണ് സെറ്റ് ചെയ്യേണ്ടത്. കസ്റ്റഡുകളൊക്കെ ഫ്രിഡ്ജിൻ്റെ തട്ടിൽ വെച്ചാണല്ലോ നമ്മൾ സെറ്റ് ചെയ്യണത്. അതെ, നല്ല രസം കാണാനും അതുപോലെ ടേസ്റ്റും ഉണ്ട്. ഞാൻ സ്വല്പം ഒന്നെടുത്ത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഇത് മാത്രം ഫ്രൂട്ട്സ് ഇപ്പോഴല്ലേ അരിഞ്ഞത്. അടിപൊളി. ഇച്ചിരൂടെ ഇട്ട് ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഇടാം. ഞാൻ ഇടവിട്ട് ഫ്രൂട്ട്സ് ഇടണില്ല. ആദ്യം വെർമിസലി കസ്റ്റർഡ് ഗ്ലാസ്സിലേക്ക് എടുത്തു, അതിന് ശേഷമാണ് ഫ്രൂട്ട്സ് അതിലേക്ക് ചേർക്കണം. എന്നിട്ട് കഴിക്കാൻ നേരത്തെ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി. അപ്പം അതാ നല്ലതെന്ന് എനിക്ക് തോന്നി. നമുക്ക് ആപ്പിൾ ഇടാം. ആപ്പിൾ ഇട്ടു. ബനാന. ഞങ്ങൾ ആപ്പിളിലും ബനാനയിലും അരിഞ്ഞേച്ച് സ്വല്പം ഷുഗർ ചേർത്തില്ലേ? ഷുഗർ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാതളം സ്പൂണിൽ എടുക്കാൻ പറ്റില്ല. മാതളം ദേ ഞാൻ ഇടണ കണ്ടോട്ടോ. അടിപൊളി. കണ്ടോട്ടോ, അതെ ഇടുവാണേ. ഇനി ഒരു സ്പൂൺ എടുത്ത് നമുക്ക് ഇടയ്ക്ക് കഴിക്കാവുന്നവർക്ക് കഴിക്കാം. ഇനി വേറൊരു സംഭവം ചെയ്യാം. നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇതിൽ നമുക്ക് മിക്സ് ചെയ്ത് ചെയ്യാം, അതായത് ലെയറായിട്ട്. അപ്പം അതും ഒന്ന് കാണിക്കാം. ഇതിൽ നമ്മൾ കസ്റ്റർഡ് മാത്രം മുക്കാലും ഇട്ടേച്ചാണ് ഫ്രൂട്ട്സ് മീതിയായിട്ടത്. അപ്പം ഇതിൽ ഞാൻ ചെയ്യാൻ പോണത് ലെയറായിട്ടാണ് ചെയ്യണം. അത് നമുക്കൊന്ന് കാണിക്കാം എങ്ങനെയാ. അത് കൊച്ചു കപ്പാതെ. ഇനി ഇതിൽ ഞാൻ വേറൊരു മെത്തേഡിലാണ് ലെയറായിട്ട് സെറ്റ് ചെയ്യാം. ആദ്യം സ്വല്പം ഇച്ചിരിയോടെ ഇടാം. സ്വല്പം വെർമിസലി കസ്റ്റർഡ് ചേർക്കും. ഒരു ലെയർ ഓഫ് ഫ്രൂട്ട്സ് ചേർക്കുക. ആപ്പിള്. ഇനി നമുക്ക് ഏത്തപ്പഴം. രണ്ട് രീതിയിലും കാണിക്കാൻ വേണ്ടിയാട്ടോ ഇങ്ങനെ ചെയ്യണത്. ഇനി നമ്മുടെ പ്രധാന താരം ചുമപ്പ് കളർഫുൾ. ഇതിൽ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇടാൻ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും ഇടാം. ഞങ്ങളിപ്പോൾ ഇവിടെ ഇരുന്ന് ഫ്രൂട്ട്സൊക്കെ അങ്ങ് ചേർത്തൊരു ചെയ്തു. ഇനി നമുക്ക് കുറച്ച് കസ്റ്റർഡ് ചേർക്കണം. വെർമിസലി കസ്റ്റർഡ്. ഈ വെർമിസലി കസ്റ്റർഡിൽ ഞങ്ങൾ സെറ്റാവാൻ വേണ്ടി കോൺഫ്ലോറാണ് ചേർത്തത്, പറഞ്ഞിട്ടുണ്ട്. ചേർത്തത് നേരെ മറിച്ച് കസ്റ്റർഡ് ക്രീം ചേർക്കണമെന്നുള്ളവർ, അല്ല കസ്റ്റർഡ് പൊടി ചേർത്ത് കുറുക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അതെ, വെർമിസലി മീതെ ഇട്ടു. ഇത്ര ഇട്ടാൽ പോരെ ഇതാ. ഇനി നമുക്ക് ഫ്രൂട്ട്സ് നിരത്താം അല്ലേ, അല്ലെങ്കിൽ പിന്നെ സ്പേസ് ഇല്ല ഇതിലതാ. ഇനി ലെയറായിട്ട് ഫ്രൂട്ട്സ് നിരത്താം. അടുത്ത ലെയർ ആപ്പിൾ.
വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയ സംഭവങ്ങളാണ് അല്ലേ? അതെ. അത് ശരിക്കും ഉച്ചയ്ക്കൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനിയിപ്പം മധുരം കുറവുണ്ടെന്നുള്ളവർക്ക് വേണമെങ്കിൽ സ്വല്പം തേൻ ഒഴിച്ച് കഴിക്കാം. തേൻ താല്പര്യമുള്ളവർക്ക്, ഇതിപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ട് എല്ലാത്തിനും കൂടെ, അതുകൊണ്ടാണ് ഞാൻ തേൻ ഒഴിക്കാത്തത് കേട്ടോ. തേൻ ഒഴിക്കണമെന്നുള്ളവർക്ക് അത് ചെയ്യുക, അത് നല്ലതായിരിക്കും. മധുരം വെർമിസിലിക്ക് കുറവാണെന്ന് തോന്നി, അപ്പം ഞങ്ങൾ ആ ചേർത്ത ഷുഗർ പാകാം. പിന്നെ ഫ്രൂട്ട്സിനും മധുരമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചേർക്കാത്തത്. പിന്നെ ഫ്രൂട്ട്സിൽ നമ്മൾ ഇച്ചിരി ഷുഗർ ചേർത്തല്ലേ അരിഞ്ഞു കഴിഞ്ഞപ്പോൾ വെച്ചിരുന്നത്. ഇടട്ടെ? അടിപൊളി അടിപൊളി. ഇച്ചിരി ഇടാം. ആ കളർ, ഇതിൻ്റെ കളർ ഒരു പ്രത്യേക കളറല്ലേ, അട്രാക്ഷനാണ് നമുക്ക്. അപ്പം ലെയറായിട്ടുള്ളതും ലെയറല്ലാതെ ഒറ്റ രീതിയിലുള്ളതുമായിട്ട് 2 ടൈപ്പിൽ സെർവ് ചെയ്യണത് കാണിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. പോരെ? പോരെ? അടിപൊളി അടിപൊളി. കഴിക്കാൻ തോന്നണം അല്ലേ? പിന്നെ അപ്പം തന്നെ എടുത്ത് കഴിച്ചോ. അഭിപ്രായം പറയും. ഇതാണ് നമ്മുടെ ലെയേർഡ് വെർമിസിലി ഫ്രൂട്ട് കസ്റ്റാർഡ്. അടിപൊളി അടിപൊളി. കണ്ട ഓരോ ലെയറുകളായിട്ടാണ്. ആദ്യം വെർമിസിലി, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ വീണ്ടും ഫ്രൂട്ട്സ്, അങ്ങനെ ലെയർ ചെയ്തിരിക്കുകയാണ്. ഇത് ലെയറിങ് അല്ല, ആദ്യം വെർമിസിലി ഇട്ടിരിക്കുന്നു, ഏറ്റവും ടോപ്പിൽ പിന്നെ ഫ്രൂട്ട്സ് ഇട്ടിരിക്കുന്നു അല്ലേ? എങ്ങനെ വേണേലും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. അടിപൊളി, നല്ല യമ്മി യമ്മി ഡിഷാണ് കേട്ടോ. സൂപ്പറാണ്. വേനക്ക് വളരെ നല്ലതാണ്. വേറെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആകെ കുറുക്കാൻ വേണ്ടി മാത്രം ഒരു സ്വല്പം കോൺഫ്ലവർ ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ വേറെ ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻസും ഇല്ലല്ലോ, ഷുഗറും മാത്രമേ ഉള്ളൂ. അപ്പം പിള്ളേർക്കൊക്കെ കൊടുക്കാനും ഒക്കെ വളരെ നല്ലതാണ്. സൂപ്പറാണ്. നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ വേനൽക്കാലത്തെ. അതെ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ റെസിപ്പീസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കാണാൻ പറ്റും. സമ്മർ സ്പെഷ്യൽ സീരീസിൽ ഒത്തിരി റെസിപ്പീസ് നമ്മുടെ ആരെങ്കിലും ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വേഗം കാണണ്ടേ? അപ്പോൾ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ആദ്യം ഇതിനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഇതെടുക്കുമ്പോൾ കണ്ടോ, ഇതിങ്ങനെ കൂട്ടിയെടുക്കണം. അടിപൊളി. അടിപൊളി അടിപൊളി. പാകം മധുരം, ഒട്ടും കൂടുതലില്ല. പാകമധുരം, പാകമധുരമാണ്. അടിപൊളി ടേസ്റ്റാണ്. മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതെ, നിറഞ്ഞിരിക്കുക.